വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് എമർജൻസി റിസ്കിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് എമർജൻസി റിസ്ക് മാനേജ്മെന്റ് ആണ്. ഹെഡിങ് നോക്കൂ, എമർജൻസി റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, എമർജൻസി ആദ്യം എന്താണ് എമർജൻസി? ഓക്കെ, വിപുലമായ നാശങ്ങൾ, ഒരു കൂടുതൽ ആൾക്കാർക്ക്, പ്ലാന്റിന്, അവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഡാമേജ്, ഇഞ്ചുറി, മരണങ്ങൾ സൃഷ്ടിക്കുന്ന ഏതൊരു വിപത്തിനെയും നമ്മൾ എമർജൻസി എന്ന് പറയും. ഓക്കെ, എമർജൻസി ഒരു എന്താണ് വൈഡ് സ്പ്രെഡ് വിപത്തിനെയാണ് എന്ത് പറയുന്നത്, എമർജൻസി എന്ന് പറയുന്നത്. അതൊരു ലിമിറ്റഡ് ആൾക്കാരല്ല, കുറച്ച് കൂടുതൽ ആൾക്കാരെയും, അതിൽ ചിലപ്പോൾ എന്താണ് ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ, ഓക്യുപേഷണൽ സ്റ്റേജ് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. പൊട്ടിത്തെറി ഉണ്ടെന്ന് വെച്ചാൽ ഒന്നാകെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇളകി മറിഞ്ഞതാവും, ഗ്യാസ് ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നു, അതിൻ്റെ ഇതിന് വ്യാപനം എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് പോകുന്നു. ഇത് അപ്പോൾ എന്താണ് ഒരു വലിയ ഏരിയയിലേക്ക് എന്ന് വെച്ചാൽ ഒരു ഉയർന്ന തോതിലുള്ള നാശനഷ്ടങ്ങളുടെയും അല്ലെങ്കിൽ ഇഞ്ചുറി, മരണം ഇതൊക്കെ വരാവുന്ന ഏതൊരു കാര്യത്തെയാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത്. നമ്മളത് വായിക്കാം. ഈ എമർജൻസി ഇത് എന്താണ്, ഈ സഡൻ, പെട്ടെന്നുള്ള, അർജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത്യാവശ്യമായിട്ടുള്ള, യൂഷ്വലി അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. ഓക്കെ, നമ്മളിങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത ഒക്കറൻസ്, സംഭവം, ഓർ ഒക്കേഷൻ, അവസ്ഥ. റിക്കറിങ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ നിയന്ത്രിക്കാനുള്ള ആക്ഷനിലേക്ക്, പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകണം. അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വിപുലമായ നാശങ്ങൾ, പിന്നെ മരണങ്ങൾ, കാരണങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇതിനെന്താണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഓക്കെ, എ സ്റ്റേറ്റ് എസ്പെഷ്യലി ഓഫ് നീഡ് ഓഫ് ഹെൽപ്പ് ഓർ റിലീഫ്. ഇതിലെന്താണ്, ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീഫും അല്ലെങ്കിൽ ഹെൽപ്പിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റഡ് ബൈ സം അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. ഇതെന്താണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് വെതർ എമർജൻസി, എന്താ കാലാവസ്ഥയിൽ വരുന്ന മഴ, കാര്യങ്ങൾ ഇതിലൊക്കെ വരുന്നത്. ഫിനാൻഷ്യൽ എമർജൻസി, എന്താ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എമർജൻസി. ഓക്കെ, എപ്പിഡോമിക് എമർജൻസി, ഇപ്പം നമ്മൾ കൊറോണയുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു എമർജൻസി പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് എമർജൻസി റിസ്ക്. അപ്പോൾ എമർജൻസിയിൽ സംഭവിക്കുന്ന റിസ്കുകളെ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എമർജൻസിയിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാവും. ഒരു ഉദാഹരണത്തിന് ഒരു സൈക്ലോൺ വന്നു, എന്ത് സംഭവിക്കുന്നു, കണ്ടിന്യൂസ് ഫ്ലഡ് വരുന്നു, അല്ലെങ്കിൽ റെയിന്, കോൺസ്റ്റന്റ് ആയിട്ട് റെയിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ എന്താണ് അതിൽ ആ എമർജൻസി സംഭവിക്കുന്ന റിസ്കിനെ മാനേജ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, എമർജൻസി സിറ്റുവേഷൻ. വർക്ക് പ്ലേസിൽ എമർജൻസി സിറ്റുവേഷൻ എന്തെല്ലാം? വർക്ക് പ്ലേസസ് ആയിട്ട് ഉൾക്കൊള്ളുന്നത് ഒന്ന്, കെമിക്കൽ സ്പില്ല്, രാസവസ്തുക്കളിൽ സ്പില്ല് ചെയ്യാന്ന് വെച്ചാൽ ചോർച്ച, അതാണ് രാസവസ്തുക്കൾ ചോർച്ച. ഗ്യാസോ വാതകങ്ങളോ ഇതൊക്കെ എന്താണ് ചോർന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അമോണിയ വാതകം, അമോണിയത്തിന് ലോറി വരുന്നു, പെട്ടെന്ന് ആക്സിഡന്റ് ആവുന്നു, അതിൽ നിന്ന് ഗ്യാസ് ലീക്കായി തുടങ്ങിയ ഉടനെ എന്താണ്, എന്ത് എമർജൻസിയാ, അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ മാറ്റണം. കാരണം ആ ഗ്യാസ് എത്ര ഏരിയ വരെ വ്യാപിക്കാമോ ആ ഏരിയക്കുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ്, അവിടെ ഒരു എമർജൻസിയാണ്. അതേപോലെ തന്നെ കാറ് അല്ലെങ്കിൽ ബോട്ട്, വെള്ളത്തിൽ പോകുന്ന ബോട്ട്, യാത്രക്കാരെ ഒന്നാകെ ഒന്നാകെ ആൾക്കാർ താഴ്ന്നു പോകുന്നു. അപ്പോൾ എന്താണ്, അവരെ പെട്ടെന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പും കാര്യങ്ങളും ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. ഓക്കെ, അതാണ് ബോട്ട് ആക്സിഡന്റ്. ഫാൾട്ടി ആൻഡ് ഡേഞ്ചറസ് എക്യുപ്മെന്റ്, ഏതെങ്കിലും ഏതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഗ്യാസ് ടാങ്കർ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ.
എക്യുപ്മെന്റ്. ഉദാഹരണത്തിന് നിങ്ങൾ ബോബാ ദുരന്തം കേട്ടതാണ്. ഏതാണ്? എക്യുപ്മെന്റ് ഫെയിലിയർ കൂടിയാണ് ആ ലീക്ക് വന്നത്. ഓക്കെ, പിന്നെ പവർ ഫെയിലിയേഴ്സ്, ഇങ്ങനെ അനവധി രീതിയിൽ. അടുത്താണ് നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ദുരന്തം എന്നുള്ളത്. എമർജൻസിയും ദുരന്തം തന്നെ പറയാം. പക്ഷെ നമ്മൾ എന്താണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ജനങ്ങളെ മുഴുവൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്ന. സൈക്ലോണ്, ഫ്ലഡ്, സിവിയർ സ്റ്റോം, ഫയർ. അടുത്തത് എൻവിയോൺമെന്റൽ ഹസാർഡ്. ഓക്കെ, സ്നേക്ക്, സ്പൈഡർ ബൈറ്റ്, ഫാളിങ് ഓഫ് ബ്രാഞ്ചസ്, ഡ്രൗണിങ്, ഇങ്ങനെ അനവധി രീതിയിൽ. ഇനിയോ കാറ്ററിംഗ് ഹസാർഡ്, ഫുഡ് പോയ്സൺ ആവുക, ഫയർ ഇഞ്ചുറീസ് വരിക, ബേൺസ്, കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉള്ളത് തന്നെയാണ് എന്ത് പറയുന്നത്, കാറ്ററിങ് ഇതിൽ വരുന്നത്. കാറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം സംഭവിക്കുമ്പോൾ എണ്ണയ്ക്കും ഇതിനൊക്കെ തീപിടിച്ചുള്ളതെന്ന്. അതാണ് ഫയർ. നേരത്തെ വയ്ക്കുന്നവരുടെ മുന്നിൽ നേച്ചുറൽ ഡിസാസ്റ്റർ, ഫയർ, കാട്ടുതീയൊക്കെയാണ് അതിൽ വരുന്നത്. ഇത് ഇങ്ങനെയുള്ള പാചക സമയത്തുണ്ടാകുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇതിനെയാണ് ഇതെന്ന്. കല്യാണ വീടുകളിലൊക്കെ സംഭവിച്ചെന്ന ഒന്നാക ജനങ്ങൾക്ക് സംഭവിക്കും, ആ ഏരിയയിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ ബാധകം. അങ്ങനെയുള്ളതിനെയാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. അപ്പം എമർജൻസി എന്നുള്ളത് ഇതൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കണം. സെക്കൻഡ് സ്ലൈഡ് നോക്കൂ. ടൈപ്സ് ഓഫ് എമർജൻസി. എമർജൻസി നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ളതും പലപ്പം ബുക്ക് ഇതിലൊക്കെ റീഡ് ചെയ്തതും കാര്യങ്ങളും ആണത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ് പ്രസിഡന്റ് ദ അതോറിറ്റി ടു ഡിക്ലെയർ 3 type ഓഫ് എമർജൻസി. നമ്മൾ പ്രസിഡന്റിന് 3 ടൈപ്പ് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ് പ്രസിഡന്റ് ദ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. 3 ടൈപ്പ് എമർജൻസി പ്രസിഡന്റിന് ഡിക്ലെയർ ചെയ്യുക. ഏതാണ്? ഒന്ന് നാഷണൽ എമർജൻസി, രാജ്യം ഒന്നാകെ ഒരു നാഷണൽ എമർജൻസിക്ക് പോകുന്നു. ഓക്കെ, യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നാഷണൽ എമർജൻസിയാണ്. സ്റ്റേറ്റ് എമർജൻസി, ഏതെങ്കിലും ഒരു ഭാഗത്ത്, രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത്, ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ. ഓക്കെ, പിന്നെയോ ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ സാമ്പത്തിക ഇതില്ല, കാരണം ഇന്ന രീതിയിൽ ശമ്പളം വെട്ടിച്ചെടുക്കുന്നതും ഇതും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള പല രീതി. കാരണം എന്താണ്, സാമ്പത്തികമായ ഭദ്രത നശിക്കുമാണ് ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ താഴെ നോക്കുള്ളൂ മെഡിക്കൽ എമർജൻസി. എന്താണ് മെഡിക്കൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ മീൻസ് the sudden and at the time unexpected onset of health condition that required immediate medical treatment or an operation. ഇപ്പം നിങ്ങൾ കോവിഡിൻ്റെ ഏതാണ് മെഡിക്കൽ എമർജൻസീസ് കൂടെ കടന്നു പോവുകയാണ് ജനങ്ങളെ അത്രയും. കാരണം എന്താണ്, ഇത് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം, ഓക്കെ, സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഇതില്ല. ഇങ്ങനെയുള്ള ഇതാണ് പെട്ടെന്ന് സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന, ഓക്കെ, ചില പ്രത്യേക രീതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന കണ്ടീഷനാണ് എന്താണ് മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ടേമാണ്. ഒക്യുപേഷണൽ സേഫ്റ്റിയിലുള്ള എമർജൻസി വേറെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സോഷ്യൽ എമർജൻസിൻ്റെ എപ്പിഡമിക് എമർജൻസി ഉണ്ട്. ഇങ്ങനെ അനവധി രീതിയിൽ എമർജൻസികളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒക്യുപേഷണൽ ആയിട്ട് ബന്ധപ്പെട്ട എമർജൻസി മാത്രമാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായശാലകളിലും വ്യവസായശാലകൾക്ക് പുറത്തും സംഭവിക്കുന്ന എമർജൻസിയാണ് നമ്മൾ വേണം. ഓക്കെ, ഉദാഹരണത്തിന് എമർജൻസി 2 ഉണ്ട്. ഓൺസൈറ്റ് എമർജൻസി ഉണ്ട്, ഓഫ് സൈറ്റ് എമർജൻസി ഉണ്ട്. എന്താണ് ഓൺസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു വ്യവസായശാലയ്ക്ക് ഉള്ളിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കേട്ടോ അതിൻ്റെ ആ നിയറസ്റ്റ് ഏരിയയിലും സംഭവിക്കുന്ന വിപത്തിനെയാണ് എന്ത് പറയുന്നത്, ഓൺസൈറ്റ് എമർജൻസി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഓഫ് സൈറ്റ് ആവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക്, ഉദാഹരണത്തിന് ഒരു അമോണിയ വാതകം നിറച്ച ടാങ്കർ ലോറി പുറത്ത് പോകുന്നു, അവിടുന്ന് ലീക്കാവുന്നു, ഫാക്ടറിയുടെ ഓൺ പ്രൊഡക്റ്റ്. ദെൻ ആ കണ്ടീഷനിൽ വരുമ്പോൾ ഓഫ് സൈറ്റ് എമർജൻസിയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് വിട്ടിട്ട്, കാരണം എന്താണ്, ഫാക്ടറിയുടെ അനുബന്ധ പ്രൊഡക്റ്റാണ് അവിടെ ഇതിൽ വരുന്നത്, അതിനെയാണ് ഓഫ് സൈറ്റ് എമർജൻസി. അപ്പോൾ എമർജൻസി തന്നെ രണ്ട് വിധത്തിൽ സംഭവിക്കാം. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി നിലനിൽക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആയിട്ട് പ്രൊഡക്റ്റ് പോയിട്ട് പബ്ലിക്കിൽ എന്ന് വെച്ചാൽ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ. ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് തൊഴിലാളികളും അവിടെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് അതിൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ മാത്രമേ ഉള്ളൂ, നിയർ ബൈ ആയിട്ടുള്ള. ഓക്കെ, ഓഫ് സൈറ്റ് എന്ന് വെച്ചാൽ വളരെ ദൂരെ പോയിട്ട് പബ്ലിക്കിനെയും കാര്യങ്ങളോ റോഡിനെയും അല്ലെങ്കിലും ഗതാഗതത്തിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ വരുന്നവരാണ് ഓഫ് സൈറ്റ് എമർജൻസി എന്ന കണ്ടീഷൻ വരുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. ഡിഫറൻസ് ബിറ്റ്വീൻ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ. രണ്ട് ടേം ഉണ്ട്, എമർജൻസി എന്നും ഡിസാസ്റ്ററും. കോമൺ ആയിട്ട് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷെ ഡിസാസ്റ്ററും എമർജൻസി രണ്ടാണ്. ഓക്കെ, എമർജൻസി ഈസ് എ സഡൻ അർജന്റ് അൺഎക്സ്പെക്ടഡ് ഇവന്റ് റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, യൂഷ്വലി റിക്വയറിംഗ് ഹെൽപ്പ്. അതാണ്. ഓക്കെ, കുറഞ്ഞൊരു തരത്തിലുള്ള, അത് വിപുലമായിട്ട് ബാധിക്കുന്നില്ല. ഓക്കെ, എ ഡിസാസ്റ്റർ ഈസ് എ calamitous event, especially one occurring suddenly and causing a great loss of life, damage and hardship. ഈ ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാമിറ്റിയാണ്, വലിയൊരു ദുരന്തമാണ്. അതെന്ത് ചെയ്യുന്നത്, ഒരു ഭൂവിഭാഗത്തിലുള്ള ജനങ്ങളെ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങളെ ഒന്നൊരുപോലെ ബാധിക്കുന്ന ദുരന്തത്തെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അത് ജീവനെയും സ്വത്തുവകകളെയും ജീവൻ എന്താണ് വളരെയധികം ഹാർഡ്ഷിപ്പ് കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് സൈക്ലോണിക്, സുനാമി, കൊടുങ്കാറ്റ് വരിക. ഓക്കെ, ഡാം പൊട്ടിയിട്ട് ഒന്നാകെ ആ ഒരു ഏരിയയിലുള്ള വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ജനങ്ങളെ വാസ്തു കൊണ്ടുപോവുക. ഇതൊക്കെ ഡിസാസ്റ്ററാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിലെ ജനങ്ങളെ അവിടെയുള്ള അവരുടെ സ്വത്തും എല്ലാം നശിച്ചു പോകും. കന്നുകാലികളും അതേപോലെ തന്നെ അവരുടെ കൃഷിയും കാര്യങ്ങളും ഒക്കത്തിനും ഒരുപോലെ ബാധകമാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ എമർജൻസി അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു ഫാക്ടറിയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു എമർജൻസിയാണ്. പക്ഷെ എന്താണ്, ആ ഫാക്ടറിയും അതിൻ്റെ ചുറ്റുവട്ടമൊന്നും അല്ലാണ്ട് വലിയ തോതിൽ ജനങ്ങളുടെ സ്വത്തും ജീവനും ഒന്നും അതോടെ എന്ത് ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടാണ് എമർജൻസിയും ഡിസാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അടുത്ത സ്ലൈഡ് നോക്കൂ. എമർജൻസി റിസ്ക് മാനേജ്, അതിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ എമർജൻസി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. എമർജൻസി റിസ്ക് മാനേജ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണത് നിർവചനം. എമർജൻസി റിസ്ക് മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, അനലൈസിങ്, അസസിങ്, ട്രീറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക് ടു പീപ്പിൾ, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയോൺമെന്റ്. സിമ്പിളാണ്. എന്താണ് എമർജൻസി റിസ്ക് മാനേജ്മെന്റ്? ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. സിസ്റ്റമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമായിട്ട് ചെയ്ത് 1 by 1 വളരെ എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായ രീതിയിൽ ഓടുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. എന്താണ് ഐഡന്റിഫൈയിങ്, അതിൽ നിന്ന് അറിയുക, മാർക്ക് ചെയ്യുക. അനലൈസിങ്, അതിനെന്ത് ചെയ്യുക, വീണ്ടും അനലൈസ് ചെയ്യുക, പുനഃപരിശോധിക്കുക. അസസ് ചെയ്യുക, വിലയിരുത്തുക. ട്രീറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ്, അതിനെന്ത് ചെയ്യുക, കണക്കിലെടുത്തിട്ട് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ട്രീറ്റിംഗ് റിസ്ക് ടു പീപ്പിൾ, അവർക്ക് ജനങ്ങൾക്കുണ്ടാവുന്ന വിഷമങ്ങളും കാര്യങ്ങളും, അവർക്കുണ്ടാവുന്ന പ്രോപ്പർട്ടി ലോസ്, എൻവയോൺമെന്റ് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ, ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക, അതിനെ നിയന്ത്രിക്കാൻ കഴിയുക. ആ കഴിവിനെയാണ്, പ്രോസസ്സിനെയാണ് എമർജൻസി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വിപത്തിനെ നേരിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എമർജൻസി റിസ്ക് മാനേജ്മെന്റ്. സിമ്പിളായിട്ട് ഒരു വിപത്തിനെ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, ആ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ്
റിസ്ക് മാനേജ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് അതാണ്. അതിൽ ആ പ്രോസസ്സ് എന്താണ്? ഓരോ എമർജൻസിയും നമ്മൾ പ്രത്യേകം അറിയണം. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. എല്ലാ എമർജൻസിക്കും കൂടി ഒരു മാനേജ്മെൻറ്റ് പറ്റില്ല. അതിൻ്റെ രീതി അനുസരിച്ച്, അത് ഉണ്ടാക്കുന്ന നഷ്ടവും കാര്യങ്ങളും കോട്ടവും അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രക്രിയ നടത്താൻ. അപ്പോൾ ഓരോ എമർജൻസിക്കും ഓരോന്നാണ്. അതിൻ്റെയാണ് എമർജൻസി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ ഒരു എമർജൻസി റിസ്ക് മാനേജ്മെൻറ്റ് എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ ഫേസസ്, സ്റ്റെപ്പുകൾ എത്ര നോക്കാം. ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് പറയാം. എമർജൻസി മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 5 phases. 5 ഘട്ടങ്ങളിലാണ് എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്യുക. ആദ്യം എന്താണ്? ആദ്യത്തെ പ്രിവെൻഷൻ, അതിനെ തടുക്കുക, ആ അത്യാഹിതത്തെ തടുക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ പ്രോസസ്സ്. പിന്നെ മിറ്റിഗേറ്റിംഗ് എന്ന് വെച്ചാൽ അതിനെ ഉൾക്കൊണ്ട് നേരിടാൻ തയ്യാറാവുക, മിറ്റിഗേഷൻ. ദെൻ പ്രിപ്പയർനെസ്, ആ നേരിടലിന് എപ്പോഴും തയ്യാറായിരിക്കുക. ദെൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് റെസ്പോണ്ട് ചെയ്യുക, അതിലേക്ക് ആ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ പ്രവർത്തിക്കുന്നതിനാണ് റെസ്പോണ്ട് എന്ന് പറയുക. ആൻഡ് റിക്കവറി, എന്നിട്ടോ പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും ജനങ്ങളെ ആ അബദ്ധത്തിന് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് റിക്കവറി എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്ന റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയാം. എമർജൻസി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നു പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. ഓക്കെ, ഇനി റൂൾസ് ഓഫ് എമർജൻസി റിസ്ക് മാനേജ്മെൻറ്റ് ഇയറാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാണ്? കൺവീനിങ് ലോക്കൽ എമർജൻസി മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഇത് നടത്താനുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം. രണ്ടാമത്തെ എന്താണ്? വർക്കിംഗ് വിത്ത് സ്റ്റേറ്റ് ഏജൻസി, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണം. പിന്നെയോ അണ്ടർടേക്കിംഗ് ഓൾ ഹസാർഡ് അപ്രോച്ച്, ഇനി എന്ത് ചെയ്യണം? ഏത് ഹസാർഡ് വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ഒരു രീതി സ്വീകരിക്കുക. വർക്കിംഗ് വിത്ത് ഇൻഷുറേഴ്സ് ടു മിനിമൈസ് ഡിസാസ്റ്റർ റിസ്ക് എക്സ്പോസർ, ഇനി ഇതിൻ്റെ ഇൻഷുറേഴ്സായിട്ട് അതിൽ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഇൻറ്റിഗ്രേറ്റിംഗ് ഔട്ട്കംസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ രൂപീകരിക്കുക. അണ്ടർടേക്കിംഗ് പബ്ലിക് അസറ്റ് vulnerability studies and preparing risk mitigation plans, providing resources and support to disaster response and recovery. ഇനി എന്താണ്? അതിൽ വരുന്ന നാശനഷ്ടങ്ങളെയൊക്കെ എങ്ങനെയാണെന്ന് വിലയിരുത്തി അതിൻ്റെ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പ്ലാനുകളും അതിൻ്റെ റിസോഴ്സും എക്യുപ്മെൻറ്റും സന്നദ്ധ സംഘടന എല്ലാം രൂപീകരിക്കുക, അല്ലെ അതിനെ അണ്ടർടേക്ക് ചെയ്യുക. ഇത്രയും ആണ് റൂൾസ്. ഇങ്ങനെ അനവധി സ്റ്റെപ്പ്, നേരത്തെ പറഞ്ഞ 5 സ്റ്റെപ്പ് വെറുതെ എളുപ്പത്തിലങ്ങ് കഴിയുന്നല്ല. അതിൻ്റെ എന്താണ് ബേസിക് റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. ഇതൊരു സാധാരണ സിമ്പിൾ സംഗതിയല്ല. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ്, ഹൈലി സ്പെഷ്യലൈസ്ഡ് സിസ്റ്റമാണിത്. അടുത്തത് നോക്കിയോളൂ. ഒരു വ്യവസായശാലയിൽ എമർജൻസി നേരിടേണ്ട എംപ്ലോയറെ റിസ്ക്, അതിൻ്റെ ഉടമസ്ഥൻ്റെ ഒക്യുപ്പയറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. നോക്കിയോളൂ. എവരി എംപ്ലോയർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സേഫ് ആൻഡ് ഹെൽത്തി വർക്ക് പ്ലേസ് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ്. ഇപ്പം എന്താണ്? ഏതൊരു വ്യവസായശാലകളിലും അവിടെയുള്ള തൊഴിലാളികളുടെ ഏതാണ് തൊഴിൽപരമായും ആരോഗ്യപരമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എംപ്ലോയറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപ്പയറിൽ അല്ലെ ഉടമസ്ഥൽ നിക്ഷിപ്തമാണ്. ഇനിയോ when an emergency situation occurs, എപ്പോഴെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ employers are expected to protect workers from all harm resulting from any potential hazard. ഇനിയോ ഏതെങ്കിലും രീതിയിൽ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ
അവിടെ ജോലി ചെയ്യുന്ന അയാളുടെ അണ്ടറിലുള്ള എല്ലാ തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എംപ്ലോയർക്കാണ്. ഓക്കെ, ഇൻക്ലൂഡിങ് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ എക്സ്പോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇത് ഹസാർഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ തൊഴിലാളികളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എംപ്ലോയറിലാണ്. ഇൻ അഡീഷൻ, an employer should provide pre-emergency training and build an emergency action plan. ഇനിയോ ഇതിനു വേണ്ടിയിട്ട് എല്ലാ തൊഴിലാളികൾക്കും അവരുടെ അണ്ടറിലുള്ള തൊഴിലാളികളെ അത്യാഹിതം നേരിടാനുള്ള എമർജൻസി ട്രെയിനിങ് കൊടുത്തിരിക്കണം. അതുകൂടാതെ ഫാക്ടറിക്ക് അകത്ത് ഈ അത്യാഹിതത്തെ നേരിടാനുള്ള ഒരു EAP എന്ന് പറയും, ഷോർട്ട് ഫോമിൽ എമർജൻസി ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സേഫ്റ്റി പോളിസി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വേറൊരു ഇതാണ് EAP, എമർജൻസി ആക്ഷൻ പ്ലാൻ. ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നോക്കിക്കോളൂ, ഏതെങ്കിലും നേച്ചുറൽ ഡിസാസ്റ്ററിലും ഫാക്ടറിക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗ്യാസ് ഒക്കെ ഡീൽ ചെയ്യുന്ന കമ്പനിയാണ്. ഗ്യാസ് ലീക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങളാണ് വരിക. അപ്പം അവിടെ അതൊക്കെ നേരിടാനുള്ള സാഹചര്യവും കണ്ടീഷനും അവിടെ എന്തുണ്ടായിരിക്കാം, EAPയിൽ പറഞ്ഞിരിക്കണം. അതാണ് എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയിൽ. അടുത്ത സ്ലൈഡ് നോക്കൂ. EAP, എമർജൻസി ആക്ഷൻ പ്ലാൻ. അതാണ് EAPയുടെ ഷോർട്ട് ഫോം എന്താണ്? എമർജൻസി ആക്ഷൻ പ്ലാൻ. എന്താണ് എമർജൻസി ആക്ഷൻ പ്ലാൻ? The EAP is a written document about what action employers and employees should take when responding to an emergency situation. ഇതൊരു ലിഖിതമായ രേഖയാണ്, ഡോക്യുമെന്റ് ആണ്. ഓക്കെ, EAP is a written document. ആദ്യത്തേതാണ്. ഓക്കെ, സേഫ്റ്റി പോളിസി പോലെ തന്നെ റിട്ടൺ ആണ്. ഇറ്റ് എ റിട്ടൺ ഡോക്യുമെന്റ് അബൌട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള എന്തിനാ ഇത്? വാട്ട് ആക്ഷൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് ടേക്ക്. എന്താണ് ഉടമസ്ഥനും അതേപോലെ തന്നെ തൊഴിലാളികളും ചെയ്യേണ്ടത്? ഓക്കെ, ഷുഡ് ടേക്ക് വെൻ റെസ്പോണ്ടിങ് ടു ആൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു അത്യാഹിത ഘട്ടത്തെ എങ്ങനെ നേരിടണം, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉടമസ്ഥനും അതേപോലെ തൊഴിലാളികളും ചെയ്യുന്നത് വ്യക്തമായി വിവരിച്ച ഡോക്യുമെന്റിനെയാണ്, ലിഖിതമായ ഡോക്യുമെന്റിനെയാണ് EAP എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അവിടെയുള്ള എല്ലാ എമർജൻസിക്കും കൂടി ഒന്ന് പോരാ, ഓരോന്നും വരാവുന്ന തോതിലുള്ള പ്രവർത്തനത്തിന് കണ്ടീഷൻ അനുസരിച്ച് ഓരോന്നും വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു OSHA റെഗുലേഷൻ 191038 parallel, an employer must have an emergency action plan whenever an OSHA standard require one. അപ്പം എന്താണ് രാജ്യത്തിൻ്റെ തൊഴിൽ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഒരു വ്യവസായശാലകളിൽ അവിടെ ദുരന്തം നേരിടാനുള്ള ഈ EAP പ്ലാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ലെജിസ്ലേറ്റേഷനിൽ പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ ആയിരിക്കണം. ഓക്കെ, ടു ഡെവലപ്പ് ആൻ EAP, an employer should start from workplace evaluation. അപ്പം എന്ത് ചെയ്യുന്നു? വർക്ക് പ്ലേസിൽ അവരുടെ ഏറ്റവും ഓരോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ആ സ്ഥലം മുതൽ അങ്ങോട്ട് പിന്നെ എല്ലാ ഏരിയയും കവർ ചെയ്യണം. ടിപ്പിക്കലി most of the occupational emergency management can be divided into work site evaluation, exposure monitoring, hazard control, work practices and training. ഇനിയോ ഈ മാനേജ്മെന്റ് ഇതിൻ്റെ EAPയെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുക, സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ആദ്യം എന്താണ്? ജോലി സ്ഥലം, വർക്ക് സൈറ്റ് ഇവാലുവേഷൻ. രണ്ടാമത്തെ എക്സ്പോസർ ആൻഡ് മോണിറ്ററിങ്, അത്യാഹിതങ്ങൾ വരാവുന്ന ഹസാർഡുകളും അതിനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും. പിന്നെയോ ഹസാർഡിനെ കൺട്രോൾ ചെയ്യുന്ന രീതി, ഹസാർഡ് കൺട്രോൾ. പിന്നെ വർക്ക് പ്രാക്ടീസസ് തൊഴിൽ ചെയ്യുന്ന രീതികൾ.
ആൻഡ് ട്രെയിനിങ്. അവർക്ക് അതിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ നേരിടേണ്ട രീതികളും അതിന് വേണ്ട ട്രെയിനിങ്ങും. ഇതാണ് എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാഹിതത്തെ നേരിടാൻ ആ അത്യാഹിതത്തിന് കൃത്യമായി കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം, ആ നേരിടുന്നതിന് എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ എഴുതി വെച്ചാൽ പോരാ, അതിനെന്ത് ചെയ്യണം, ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ മോക്ക് ഡ്രില്ല് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അവരെ അതിൽ എഫിഷ്യൻ്റ് ആക്കി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം എംപ്ലോയറിലാണ്. എംപ്ലോയർക്കല്ല വരിക, അത് നമ്മുടെ സേഫ്റ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഭാഗം, അല്ലാണ്ട് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യവുമല്ല. അടുത്ത സ്ലൈഡ് നോക്കൂ. ഫേസസ്, ഘട്ടങ്ങൾ, എമർജൻസി മാനേജ്മെന്റ് ഘട്ടങ്ങൾ. ആദ്യത്തെ പ്രിവെൻഷൻ. ഓക്കെ, ആദ്യത്തേട്ടാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക. It focuses on preventing the human hazard, primarily from potential natural disasters or terrorist attacks. Preventive measures are taken at a domestic and international level and are designed to provide permanent protection from disasters. Okay. Human hazard എന്ന് പൊട്ടൻഷ്യൽ നേച്ചുറൽ ഡിസാസ്റ്റർ, ടെററിസ്റ്റ് അറ്റാക്ക്, ഇങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒക്കെ എന്താണ്, ആ അത്യാഹിതത്തിന് ജീവൻ നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കേണ്ട ഒരു മെത്തേഡാണ് പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സ് ആർ ദോസ് ദാറ്റ് എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദ ഇമ്പാക്ട് ആൻഡ് റിസ്ക് ഓഫ് ഹസാർഡ്സ് through proactive measures taken before an emergency or disaster occurs. മിറ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുക. കാരണം എന്താണ്, സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും മിനിമത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്താണ്, പ്രോ ആക്റ്റീവ് മെഷേഴ്സ്, വളരെ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കണം. ഇന്നതൊക്കെ വരും, അത് വരാന്ന് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ള അതിനെയാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തത് പ്രിപ്പയർഡ്നെസ്. പ്രിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറായി നിൽക്കുക. ഏത് അത്യാഹിതം എപ്പം വന്നു കഴിഞ്ഞാലും ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. പ്രിപ്പയർഡ്നെസ് ഫോക്കസ് ഓൺ പ്രിപ്പയറിംഗ് എക്യുപ്മെന്റ് പ്രൊസീജിയേഴ്സ് ഫോർ യൂസ് വെൻ എ ഡിസാസ്റ്റർ occurs. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് നീങ്ങുക, അതിനുള്ള സാഹചര്യമുണ്ട്. അതിനെയാണ് പ്രിപ്പയർഡ്നെസ്. The equipment and procedure can be used to reduce vulnerability to disaster, to mitigate the impact of a disaster, or to respond more efficiently in an emergency. Okay. അപ്പോൾ അവിടെ ഉപകരണങ്ങൾ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവേണ്ട പ്രൊസീജിയേഴ്സ്, അതാണ് ഇതിൽ. അതിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നു, ഡിസാസ്റ്റേഴ്സിന്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറച്ചുകൊണ്ടിരാൻ കഴിയും. അല്ലെങ്കിൽ കിട്ടിയത് മുഴുവൻ അനുഭവിച്ച് കിടക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും മിനിമം ലെവലിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ പ്രിപ്പയർഡ്നെസ് കൊണ്ട്. അടുത്തത് റെസ്പോൺസ് ഫേസ്. The response phase of an emergency may commence with a search and rescue, but in all cases the focus will be quickly turned to fulfilling the basic humanitarian needs and the affected population. The assistance may be provided by national or international agencies and organizations. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ ആ എമർജൻസിയെ അങ്ങോട്ട് നേരിടുക. എന്തെങ്കിലും എമർജൻസി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് വേണം, ജനങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് നേടുന്ന. കാരണം എന്താണ്, അവരെ ആദ്യമേ മുൻകൂട്ടി എന്ത് ചെയ്യണം, വാണിംഗ് വരുമ്പം തന്നെ എന്ത് ചെയ്യണം, വളരെ ഇതായിട്ട് വാണിംഗ് എന്നല്ല, സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസിലേക്കും അങ്ങോട്ട് കടക്കുന്നതിനാണ് റെസ്പോൺസ് ഫേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ എമർജൻസിയിലെ പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്ന റെസ്പോൺസ് ഫേസ്. ഇങ്ങനെയാണ് ഇത് ഓരോ ഫേസസ് കൂടെ ഇത് കടന്നു. എമർജൻസി ആക്ഷൻ പ്ലാനിൽ കൂടെ ഇത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഫേസും ഇതിലെ അടിസ്ഥാനത്തിൽ ആ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കൂടെയാണ്
ഏതൊരു റിസ്ക് മാനേജ്മെൻറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ കഴിഞ്ഞ സ്ലൈഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. അപ്പോൾ വർക്ക് സൈറ്റ് ഇവാലുവേഷൻ എങ്ങനെയാണ് ഒരു ജോലി സ്ഥലം ഇവാലുവേഷൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് ഇവാലുവേഷൻ. വർക്ക് സൈറ്റ് ഇവാലുവേഷൻ ഈസ് അബൌട്ട് ഐഡൻറ്റിഫൈങ് ദ സോഴ്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി സ്ഥലത്ത് ഓക്കെ എവിടെ നിന്നൊക്കെയാണ് പൊട്ടൻഷ്യൽ ഹസാർഡ് വരാം എഴുതുന്നത് കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ എവിടെ നിന്നൊക്കെ ഹസാർഡിൻ്റെ സൃഷ്ടി വരാം. ഒന്നാമത് എന്തെങ്കിലും വീഴുക, ഫാളിങ് വരിക, നോയ്സ് വരിക, കോൾഡ് സ്റ്റേറ്റ് വരിക, ഹീറ്റ് വരിക, ഹൈപ്പോക്സിയ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ശ്വാസംബന്ധമായ പ്രശ്നങ്ങൾ വരിക, ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് വരിക, ടോക്സിക് കെമിക്കൽ വരിക. ദാറ്റ് ഈച്ച് ഓഫ് ദ വർക്കർ മേ എൻകൗണ്ടർ ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻ. ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പം ഇതൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എക്സ്പോഷൻ നടന്നു കഴിഞ്ഞാൽ അനുബന്ധമായ പല പൈപ്പുകളും ടാങ്കും ഇതൊക്കെ പൊട്ടും. അപ്പം എവിടെ നിന്നൊക്കെ ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളത് ആദ്യമേ നമ്മൾ വിലയിരുത്തണം. അതിനെയാണ് വർക്ക് സൈറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കണ്ട് UVC ബ്ലീവ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബ്ലീവ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഷൻ, വേപ്പർ എക്സ്പ്ലോഷൻ എന്നെല്ലാം പറഞ്ഞൊരു എമർജൻസി ഒന്നാകെ പ്ലാന്റ് അങ്ങ് വറുത്ത് താഴെ വീഴും, അതിലെ പൈപ്പ് ലൈൻ പൊട്ടും, അനവധി പ്രശ്നങ്ങൾ വരും. അപ്പം അനവധി രീതിയിലുള്ള എക്സ്പോസേഴ്സ് അവിടെ വരും. ഏതെല്ലാമാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം വിലയിരുത്തുന്നതാണ് വർക്ക് സൈറ്റ് എവാലുവേഷൻ വരുന്നത്. പിന്നെയോ എക്സ്പോസർ മോണിറ്ററിങ്. ഇനിയോ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നുള്ളത് എങ്ങനെയാണ് അറിയുക? ഓക്കെ കാരണം ഇന്ന് ലീക്ക് വന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനെന്ത് വേണം? അതിന് എക്സ്പോസർ മോണിറ്ററിങ് അല്ലെങ്കിൽ ഡിവൈസസ് കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ സോഴ്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഹസാർഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മോണിറ്റർ ഹൗ എംപ്ലോയീസ് മേ ബി എക്സ്പോസ്ഡ് ടു ദീസ് ഡേഞ്ചേഴ്സ്. അപ്പം എന്ത് ചെയ്യും? ഇത് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതികളിൽ തൊഴിലാളികളെ ബാധിക്കും? ഓക്കെ അപ്പം എന്ത് ചെയ്യണം? അതിനു മുമ്പേ തൊഴിലാളികൾ അറിയണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ ഉപയോഗിക്കണം. മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എമർജൻസി ലൈഫ് എൽസ എന്ന് പഠിപ്പിക്കുക, എമർജൻസി ലൈഫ് സേവിങ് അപ്ലയൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇപ്പം എന്താണ് അത് ഉപയോഗിക്കേണ്ടത്, എപ്പോൾ ഉപയോഗിക്കണം എന്ന് അവർക്ക് അറിയണം. അതിനെന്തിരിക്കണം? മോണിറ്ററിങ്ങുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിൻ്റെ വാണിംഗ് പ്രൊവൈഡ് ചെയ്യണം. എംപ്ലോയി ഷുഡ് കണ്ടക്ട് ടാസ്ക് സ്പെസിഫിക് എക്സ്പോസർ മോണിറ്ററിങ് വെൻ ദേ മീറ്റ് ഫോളോയിങ് റിക്വയർമെന്റ്. ഓക്കെ അപ്പം അതിൻ്റെ രീതിയിലുള്ള കണ്ടീഷൻസിലുള്ള മോണിറ്ററിങ് ഡിവൈസ് പേഴ്സണൽ ആയാലും ഏരിയ ആയാലും എന്താന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കണം. ഇനിയോ when the exposed substance has specific standard required by the OSHA. പിന്നെയോ ഈ ഇവിടെയുള്ള വസ്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യണമായിരിക്കണം? OSHA മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. when employees anticipate workers will be exposed to more hazard than the action level set by the. അപ്പോൾ ഉയർന്ന തോതിലുള്ള എക്സ്പോസർ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് OSHA സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ലെവല് പറഞ്ഞിട്ടുണ്ട്. ആ തോതിലുള്ള കണ്ടീഷൻ അതാണ് പറഞ്ഞ് when they meet the following requirement. Okay action level when there is a worker complaint or concern about exposure. ഇനിയോ വർക്ക് എവാലുവേഷൻ എന്താണ്? എപ്പോഴും തൊഴിലാളികൾ അതിനെപ്പറ്റി കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ പറയുമ്പോൾ when an employee questions the effectiveness of existing hazard control method. ഇനിയോ ഏതെങ്കിലും ഒരു തൊഴിലാളികൾ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇന്ന പ്രശ്നം ഇന്ന് ആയിക്കൂടെ എന്നുള്ള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനനുസരിച്ചുള്ള വർക്ക് സൈറ്റ് ഇവാലുവേഷൻ വീണ്ടും കണ്ടക്ട് ചെയ്ത് എഫക്റ്റീവ് ആക്കിയിരിക്കണം. The effectively acquire the above information, an employer can ask workers how they perform the task or use a direct reading instrument to identify the exposure level and exposure role. ഇനിയോ അതിനുശേഷം
എംപ്ലോയർക്ക് ഇൻഫർമേഷൻ ചോദിക്കുക, ഈ വരുന്നുള്ള കാരണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ എന്നുള്ള അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഫക്റ്റീവ് ഇൻഫർമേഷനുകൾ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് സംസ്കൃതമായ ഒരു കണ്ടീഷനും അവിടെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യണം, അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ലെവലിൽ തന്നെയായിരിക്കണം. സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ബോധം കെട്ട് വീണിട്ടേ അറിയൂ. കാരണം ഉടനെ തന്നെ അതിനെ മനസ്സിലാക്കാനും അതിൽ പ്രവർത്തിക്കാനുള്ള ഇത് തന്മയത്വം തൊഴിലാളികളിൽ ഉണ്ടായിരിക്കണം. Recovery. The recovery phase start after immediate threat to human life has subsided. Recovery phase എപ്പം തൊഴിലാളികൾക്കുള്ള ഇമ്മീഡിയറ്റ് ത്രെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ recovery phase സ്റ്റാർട്ട് ചെയ്യും. The immediate goal of the recovery phase is to bring the affected area back to normalcy as quickly as possible. എന്നിട്ട് എന്ത് ചെയ്യണം, കഴിയുന്ന. അടുത്ത സ്ലൈഡ് നോക്കുക. ഇന്റർനാഷണൽ ഏജൻസീസ്. നമുക്കുള്ളൊരു എമർജൻസി എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ എയ്ഡുള്ള സംഗതിയാണ്. കാരണം ഒറ്റയ്ക്ക് എല്ലാവർക്കും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം, വേണ്ട ഫിനാൻഷ്യൽ, മരുന്നുകൾ, ഭക്ഷണം, പാർപ്പിടത്തിനുള്ള സൗകര്യം, അതേപോലെ തന്നെ അതിൽ പെട്ടുപോയ ജനങ്ങളെയൊക്കെ തിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ തൊഴിൽശാലയുടെ വീണ്ടും തിരിച്ചുകൊണ്ട് ഇതിനൊക്കെ മ്യൂച്വൽ എയ്ഡുകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പം രാജ്യാന്തര തലത്തിൽ ഇതിനെ സഹായിക്കാനുള്ള ഏജൻസികളുണ്ട്. ഓക്കെ, ഏതെല്ലാണ് ഈ ഏജൻസികൾ? ഇന്റർനാഷണൽ എമർജൻസി മാനേജ്മെന്റ് സൊസൈറ്റിയാണ് ഒന്ന്. അവർ വേണ്ട എല്ലാവിധ സഹായവും ഇതിനെന്തിന് എമർജൻസി മാനേജ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എമർജൻസി മാനേജേഴ്സ്. അത് വേറൊരു അസോസിയേഷൻ, ഓരോ രാജ്യത്തുള്ള രീതിയിലുള്ളതാണ്. പിന്നെ UN ഉണ്ട്. ഇന്റർനാഷണൽ റിക്കവറി പ്ലാറ്റ്ഫോം. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മൂവ്മെന്റ്. റെഡ് ക്രോസിന്റെയും റെഡ് ക്രസന്റ് രണ്ടും ഒന്ന് തന്നെയാണ്. പലയിടത്തും ക്രോസ് ഉപയോഗിക്കുന്നു, ക്രോസ് ഉപയോഗിക്കാത്തടത്ത് ക്രസന്റ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ബാപ്പിസ്റ്റ് ഗ്ലോബൽ റെസ്പോൺസ്, ഒരു കനേഡിയൻ ഏജൻസിയാണത്. പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഏജൻസീസ് ഉണ്ട്, യുനെസ്കോന്റെ ഏജൻസികളുണ്ട്. ഇങ്ങനെ അനവധി ഏജൻസികൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ തന്നെ അനവധി ഇതുണ്ട്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കൂ. ടൈപ്സ് ഓഫ് എമർജൻസീസ്. ഒരു ഇൻഡസ്ട്രിയൽ എമർജൻസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഷ കൺസേണിങ്ങിൽ എപ്പോഴും 2 തരത്തിലുള്ള എമർജൻസി പ്രിപ്പയർഡ്നെസ് ആവശ്യമാണ്. അപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് 2 സംഭവത്തിലുള്ള എമർജൻസി സംഭവിക്കുക. ഒന്ന്, ഫാക്ടറിക്ക് ഉള്ള ഫാക്ടറി സ്ഥാപിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ഫാക്ടറിക്കുള്ളിൽ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിക്കുള്ളിലും അതിൻ്റെ പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിൽ സംഭവിക്കുന്ന എമർജൻസിക്കാണ് ഓൺ സൈറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഇനി ഫാക്ടറി വിട്ടിട്ട് വളരെ ദൂരത്താണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാക്ടറിയിൽ നിന്ന് പോയ ഒരു പ്രൊഡക്റ്റ് ബാധകമായി വരുന്നുണ്ട്. ഓക്കെ, കാരണം ഫാക്ടറിയുടെ ഒരു മെറ്റീരിയൽ ഘടന അതിൽ ഇവിടെ ബാധകത്വം വരുന്നതുകൊണ്ടാണ് ഇവിടെ ഓഫ് സൈറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഓൺ സൈറ്റ് രണ്ടെണ്ണം പറയാം, ഓൺ സൈറ്റ് എമർജൻസി എന്നും ഓഫ് സൈറ്റ് എമർജൻസി. ഓൺ സൈറ്റ് എമർജൻസി: if an incident take place in a factory, its affected are confined to the factory premises, then involving only the persons working in the factory and the property inside the factory, it is called as on site emergency. If an incident take place in a factory, its effects are confined to the factory premises. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറി നിൽക്കുന്ന സ്ഥലത്തിൽ തന്നെയാണ് അത് ആ അത്യാഹിതം ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ഓൺ സൈറ്റ് എമർജൻസി. ഓൺ സൈറ്റ് എമർജൻസിക്ക് ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ ആണ്, ഓഫ് സൈറ്റ് എമർജൻസിക്ക് ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻ. അങ്ങനെ 2 ടൈപ്പില് എമർജൻസി പ്ലാൻ ഉണ്ട്. ടൈപ്പ് ഓഫ് എമർജൻസി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് EAP എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചോദ്യം വരുന്നത് ഓൺ സൈറ്റ് ഉത്തരം വരുന്നത് ഓൺ സൈറ്റ് എമർജൻസി പ്ലാനും ഓഫ് സൈറ്റ് എമർജൻസി പ്ലാനും രണ്ടും. ഒന്ന് ഫാക്ടറിയുടെ ഏരിയയിൽ സംഭവിക്കുന്നത്, മറ്റേത് ഫാക്ടറിയിൽ നിന്ന് ദൂരെ സംഭവിക്കുന്നത്. അടുത്തത് ഓഫ് സൈറ്റ് എമർജൻസി: if the accident is such that its effects inside the factory are uncontrolled and may be spread outside the factory premises, it is called as off site emergency. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫാക്ടറിക്കുടെ പരിധി വിട്ടിട്ട് ഫാക്ടറിയിൽ നിന്ന് ദൂരത്തേക്കും ഇതിന്റെ വ്യാപനം വരികയാണെങ്കിൽ അതിനെ ഓഫ് സൈറ്റ് എമർജൻസി എന്ന് പറയുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിക്ക് ഏരിയ തന്നെ അത് പബ്ലിക്കിന്റെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും അത് ഓഫ് സൈറ്റ് എമർജൻസി. അവിടെ രണ്ടും വരുന്നുണ്ട്. കാരണം എന്താണ്? ഫാക്ടറിക്കുള്ളിൽ ഓൺ സൈറ്റ് എമർജൻസിയും അടുത്ത് കഴിഞ്ഞ് പബ്ലിക്കിനെയൊക്കെ ഡീൽ ചെയ്യുന്നത് ഓഫ് സൈറ്റ് എമർജൻസിയും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കുക. എലിമെന്റ്സ് ഓഫ് ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ. ഓൺ സൈറ്റ് എമർജൻസി പ്ലാനിന് വേണ്ട എലിമെന്റ്സ് ആണ്. ആദ്യം എന്ത് വേണം? ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വേണം. ഓക്കെ, ആ സാഹചര്യത്തെ നേരിടാനുള്ള കരുത്തറ്റ ലീഡേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാരുടെ റിക്വയർമെന്റ്, ഒരു മാനേജ്മെന്റ് പേഴ്സണൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയുള്ള ആൾക്കാരെയാണ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് കീ പേഴ്സൺ. ആ സ്ഥാപനത്തിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളും കീ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ ഈ എമർജൻസി വരുന്ന സമയത്ത് അവരുടെ റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എമർജൻസി ആക്ഷൻസ് ഏതെല്ലാമാണ് വരുന്നത്, ദെൻ ലൈറ്റ് പവർ റിക്വയർമെന്റ് എങ്ങനെയാണ്, സോഴ്സ് ഓഫ് എമർജൻസി കൺട്രോൾ. ഓക്കെ, ഇവിടെ നോക്കിയാണ് എമർജൻസി കൺട്രോൾ വരുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് ആൻഡ് റെസ്ക്യൂ എക്യുപ്മെന്റ്, അതിന് വേണ്ട ഉപകരണങ്ങളും കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സന്ദേശം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം, മെഡിക്കൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ദെൻ മ്യൂച്വൽ എയ്ഡ്, മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക. ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള പല ആൾക്കാരുടെയും സഹായം നമ്മൾ വേണ്ടി വരും. ദെൻ പബ്ലിക് റിലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ്സുമായിട്ടുമുള്ള ഇൻഫർമേഷൻസ്, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വൈറ്റൽ റെക്കോർഡ്, അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതികൾ, ദെൻ അതിന് വേണ്ട ട്രെയിനിങ്, പീരിയോഡിക്കൽ റിവിഷൻ ഓഫ് പ്ലാൻ. അത് കഴിഞ്ഞ് സമയാസമയങ്ങളിൽ ഈ പ്ലാനിനെ വിലയിരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ഡ്രില്ല് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ഓർഡറിൽ നിർത്തുക. ഓക്കെ, അതിൽ എമർജൻസി മോക്ക് ഡ്രില്ലുകളുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഈ എമർജൻസി വരാവുന്ന അത്യാവശ്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ എമർജൻസി ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും കണ്ടക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന മോക്ക് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഓരോ ആൾക്കാരും ഒക്കെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ്, അവരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്ന ഡ്രിൽ എന്ന് പറയുന്നത്. അതിൽ ആ സിറ്റുവേഷനെ സിമുലേറ്റ് ചെയ്തുണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മിനിമം ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അത് പ്ലാന്റിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണിത്. അടുത്ത നോക്കിക്കോളൂ, ECC, എമർജൻസി കൺട്രോൾ സെന്റർ. എന്തെങ്കിലും ഒരു എമർജൻസി അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത്യാഹിത സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന പോയിന്റിനെയാണ്, അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകം റൂമോ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കണം. എമർജൻസി കൺട്രോൾ അതൊരു വൈറ്റൽ പോയിന്റിലായിരിക്കണം. ഏതെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അകപ്പെട്ടു പോകുന്നൊരു സ്ഥലമൊന്നും ആവാൻ പാടില്ല. വളരെ സുരക്ഷിതമായ ഒരു പോയിന്റ് ആയിരിക്കും ECC ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ECCക്ക് വേണ്ടത് എന്തെല്ലാണ്? This is the main center from where operation to handle the emergency are directed and coordinated. എല്ലാ എമർജൻസി സിറ്റുവേഷനെ വിലയിരുത്തുന്നതും നിയന്ത്രിക്കുന്നതും ഈ പോയിന്റിൽ വെച്ചാണ്. അതിനെയാണ് കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്തെല്ലാം വേണം? ഇനി അവിടെ വേണ്ട സജ്ജീകരണങ്ങളും കാരണങ്ങളും ഇതൊക്കെ എപ്പോഴും ഫാക്ടറിക്കൽ ECC ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യേണ്ടത് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്. എന്തെല്ലാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ഫാക്ടറി ആ ഏരിയ ഉള്ളിലും അതേപോലെ തന്നെ പുറത്തേക്ക് ബാഹ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അകത്തും പുറത്തും വാർത്താവിനിമയ സൗകര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വളരെ ഇതായിട്ടുള്ള വിശ്വസനീയമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുന്ന രീതിയിൽ നിന്നാണ്. രണ്ടാമത്, കമ്പ്യൂട്ടർ ആൻഡ് അതർ എസെൻഷ്യൽ റെക്കോർഡ്. പിന്നെ എല്ലാം രേഖപ്പെടുത്താനുള്ള കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഡെയിലി അറ്റൻഡൻസ് ഓഫ് വർക്ക്മാൻ എംപ്ലോയിഡ് ഇൻ ദ ഫാക്ടറി. ഇനിയോ
അവിടെ വരുന്ന തൊഴിലാളികളുടെ ഏത് എത്ര തൊഴിലാളികളുണ്ട് എന്നുള്ളത് കറക്റ്റ് എണ്ണം ഉണ്ടായിരിക്കണം. കാരണം ആരെല്ലാം അകപ്പെട്ടു ആരെല്ലാം എന്നുള്ള കറക്റ്റ് അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. സ്റ്റോറേജ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽ റെക്കോർഡ്. ഇനി ഫാക്ടറിക്കകത്ത് എവിടെയൊക്കെയാണ് അപകടം പിടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോർ കാര്യങ്ങൾ അതിൻ്റെ റെക്കോർഡ്സുകൾ മുഴുവൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് റെക്കോർഡ്സ് ആൻഡ് മാനുഫാക്ചറിങ് റെക്കോർഡ്. അതൊക്കെ എന്താ വെച്ചാൽ റോ മെറ്റീരിയൽ ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച ഗുഡ്സ് ആയിട്ടുള്ളത്. ഇനിയോ പൊല്യൂഷൻ റെക്കോർഡ്സ്, പൊല്യൂഷൻ കൺട്രോളിൻ്റെ റെക്കോർഡ്. പിന്നെയോ വാക്യൂ ടോക്കി, വാർത്താവിനിമയത്തിലുള്ള വാക്യൂ ടോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റേഡിയോ സെറ്റ്. എന്നിട്ട് ട്രാൻസ് റിസീവേഴ്സ് വിത്തിൻ ദ ഫാക്ടറി റേഞ്ചിൽ ഉപയോഗിക്കാവുന്നത്, ഹൈ പവർ ഒന്നും പാടില്ല. പ്ലാൻ ഓഫ് ദ പ്ലാൻ ഓഫ് ദ പ്ലാന്റ്, കംപ്ലീറ്റ് പ്ലാന്റിന്റെ ഡയഗ്രാം ലേഔട്ട് ECCയിൽ ഉണ്ടായിരിക്കണം. അതിൽ ഏതെല്ലാം വേണ്ടത്? സ്റ്റോറേജ് ഏരിയ ഓഫ് ഹസാർഡസ് മെറ്റീരിയൽ, storage of safety equipment, firefighting system, additional source of water, site entrance, roadway, emergency exit, assembly point, truck parking area, surrounding location, notebook, pad, pencil, list of key personnel with address, telephone number. കംപ്ലീറ്റ് ഈ സാഹചര്യത്തെ നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അതിനുള്ള മെസ്സഞ്ചേഴ്സും കാര്യങ്ങളും, മെസ്സഞ്ചേഴ്സും വേണം. വെറുതെ കമ്മ്യൂണിക്കേഷൻ ചെയ്തപ്പോഴല്ല, എന്തെങ്കിലും ഓരോ കാര്യത്തിനും ആളെ പറഞ്ഞു വിടാനും കാര്യങ്ങളുള്ള മാൻ പവറും എല്ലാം ഈ കാര്യത്തിൽ. അതുകൂടാതെ ഒരു അസംബ്ലി പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എമർജൻസി ആക്ടിവിറ്റീസിന് ഇൻവോൾവ് അല്ലാത്തവരെ എന്ത് ചെയ്യണം? സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ട് എന്ത് ചെയ്യണം? അസംബ്ലി ഒന്നിച്ച് നിർത്തിക്കണം. ഓക്കെ, അവിടെയാണ് അസംബ്ലി അല്ലെങ്കിൽ ഇവാക്യുവേഷൻ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, എ സേഫ് പ്ലേസ് ഫാർ അവേ ഫ്രം ദ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിപത്ത് ബാധിക്കാത്ത ഒരു ഏരിയയിൽ. ഷുഡ് ബി പ്രീ ഡിറ്റർമൈൻഡ്, വളരെ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലമായിരിക്കണം. ആസ് അസംബ്ലി പോയിന്റ് വേർ ഇൻ കേസ് ഓഫ് എമർജൻസി പേഴ്സണൽ ഇവാക്യുവേറ്റഡ് ഫ്രം ദ എഫക്റ്റഡ് ഏരിയ ടു ദ അസംബിൾ. എന്നിട്ട് എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഇതിന് ബാധകമല്ലാത്തവരെന്ത് ചെയ്യണം? മുഴുവൻ ആൾക്കാരെയും ഈ അസംബ്ലി പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇവാക്യുവേഷൻ രീതിയും ഉണ്ടായിരിക്കണം. The plant workers, contact workers and visitors should assemble in assembly point in case of emergency at the time. Okay, എപ്പോഴും എമർജൻസി സംഭവിക്കുന്നു, അതിൻ്റെ അലാറം കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് വർക്കേഴ്സ് അവർക്ക് രേഖപ്പെടുത്തിയിരിക്കും ആരെല്ലാം പോകണമെന്നുള്ളത്. കോണ്ടാക്ട് വർക്കേഴ്സ്, അതേപോലെ തന്നെ വിസിറ്റേഴ്സ്, അങ്ങനെയുള്ള കാഷ്വാലിറ്റി ഇതൊക്കെ ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഈ എമർജൻസി സമയത്ത് സമയത്ത് എന്ത് ചെയ്യണം? അവിടെ കറക്റ്റായിട്ട് അവിടെ അസംബ്ലി ചെയ്യും. ഒരാളും അതിന് പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ കാണുന്നില്ല കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് പോയി കഴിഞ്ഞാൽ അവൻ മിസ്സായിട്ട് വരും, പിന്നെ അവനെ സർച്ചിന് പോകേണ്ടി വരും. അതുകൊണ്ട് മാൻ പവർ റോൾ എന്നിട്ട് അറ്റൻഡൻസ് പ്രകാരമുള്ളവരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. അടുത്ത സ്ലൈഡ് കാണാം. അലാംസ്. അലാംസ് എന്ന് വെച്ചാൽ എന്താ? അലാം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഒച്ച ഉണ്ടാക്കി അറിയിക്കുക, വാണിങ് കൊടുക്കുക. വാണിങ് കൊടുക്കുന്ന ശബ്ദത്തെ കൂടെയാണ്, പ്രത്യേകം ഉള്ള വോയിസിൽ കൂടെയാണ് ഇതിന് കൊടുക്കുന്നത്. അതിന് പറയുന്ന അലാം സിഗ്നൽസ് ആണ്. നിങ്ങൾക്കറിയാം, ആംബുലൻസ് പോകുമ്പോൾ, ഫയർ എഞ്ചിൻ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന ഒച്ചകൾ. ഓക്കെ, അതിന് പറയുന്ന അലാം സിഗ്നലാണ്. എന്താണ്? ആദ്യം എന്ത് വേണം? എന്തെല്ലാം ടൈപ്പ് അലാം ഉണ്ടായിരിക്കണം? ഒന്ന്, സൈറൺ ഫോർ എമർജൻസി. ഓക്കെ, ഓരോ എമർജൻസി കണ്ടീഷൻ അറിയിക്കാനുള്ള സൈറൺ എന്ന് വെച്ചാൽ വളരെ ദൂരത്തെ കേൾക്കുന്ന രീതിയിലുള്ള ഇതിനെയാണ് സൈറൺ എന്ന് പറയുന്നത്. പിന്നെ എന്ത് വേണം? എസ്കേപ്പ് റൂട്ട്. പിന്നെ എസ്കേപ്പ് റൂട്ട് വളരെയധികം ക്ലിയർലി മാർക്ക് ചെയ്തിരിക്കണം. അതെന്താണ്? അവന് എങ്ങോട്ട് പോകണമെന്ന് അറിയണം. അല്ലാതെ അവന് പിന്നെ അപകടം ഉള്ളിടത്തേക്ക് തന്നെ ഓടിപ്പോകാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും? അത് കാണിക്കാനുള്ള അതിന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിരിക്കണം. എസ്കേപ്പ് റൂട്ട് മാർക്ക് ചെയ്തിരിക്കണം. ദ എസ്കേപ്പ് റൂട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു റീച്ച് ഔട്ട് ദ പ്ലാന്റ് ഏരിയ ഓർ ഓപ്പൺ
area which lead to the assembly point. ഇവാക്യുവേഷൻ അവരെ പുറത്തെടുക്കുമ്പോൾ അസംബ്ലി പോയിന്റിൽ എത്തിക്കേണ്ട ആ പോയിന്റിനെയാണ് എസ്കേപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് മെയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ എമർജൻസിയുടെ ഗ്യാസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ തീയോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ പുകയും കാര്യങ്ങളൊന്നും എസ്കേപ്പ് റൂട്ടിൽ എത്താൻ പാടില്ല. അങ്ങനെയുള്ള എന്താണ് കൃത്യമായി ഉള്ള വെന്റിലേറ്റഡ് സിസ്റ്റത്തിലായിരിക്കണം എസ്കേപ്പ് റൂട്ട് ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇവാക്യുവേഷൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് തൊഴിലാളികളെ മാറ്റണം. ഇവാക്യുവേഷനും അലാമാണ്. മാറി താമസം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരോട് പോയി പറയാൻ പറ്റില്ല. ഓക്കെ, എസ്കേപ്പ് ഉള്ളത് ഉണ്ട്, അതേപോലെ തന്നെ ഇവാക്യുവേഷന് മാറിപ്പോകാനുള്ള അലാം. ഓൾ നോൺ എസെൻഷ്യൽ സ്റ്റാഫ് ഷുഡ് ബി ഇവാക്യുവേറ്റഡ് ഫ്രം ദ എമർജൻസി സൈറ്റ്. As soon as the emergency siren rings, the workers have to shut down the plant and move to the assembly point. The plant shutdown procedure in case of emergency should be prepared and kept ready, and responsible person should be nominated for the purpose. ഇനി ഓരോ തൊഴിലാളികൾ വെറുതെ സൈറൺ കേട്ട് അന്നേരം തന്നെ ഓടിയങ്ങ് പോകാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് കാര്യങ്ങൾ സുരക്ഷിതമായി ഷട്ട് ഡൗൺ. അത് എങ്ങനെ രീതിയിൽ എമർജൻസി ഷട്ട് ഡൗൺ ചെയ്യണോ അല്ലെങ്കിൽ നോർമൽ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് എമർജൻസി പ്ലാനിൽ പറഞ്ഞിരിക്കണം. അതിന് പേഴ്സൺസ് നോമിനേറ്റ് ചെയ്തിരിക്കണം. അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാണിംഗ് കൊടുത്തിരിക്കണം. ഓഡിയോ വാണിംഗ് കാര്യങ്ങളൊക്കെ അലാം സൈറൻ ഇതിൽ ഓഡിയോ സിസ്റ്റത്തിൽ നമ്മൾ വിളിച്ചു പറയും. അവേക്കേഷനിൽ അതിന് വേണ്ടിയുള്ള അലാമുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കൗണ്ടിങ് ഓഫ് പേഴ്സണൽ. ഇനിയോ എല്ലാവരെയും റോൾ കോൾ മസ്റ്റർ ചെയ്തിരിക്കണം. ഓൾ പേഴ്സണൽ വർക്കിംഗ് ഇൻ ദ പ്ലാൻ ഷുഡ് ബി കൗണ്ടഡ്. ഓക്കെ, time. Office person should collect the details of personnel arriving at the assembly point. These should be checked with the attendance of regular. Okay. അപ്പം ഇതിൻ്റെ ഒരാളുണ്ടാവും, ഇവാക്യുവേഷൻ ഇൻചാർജ് ഉണ്ടാവും. അയാളുടെ ഡീറ്റെയിൽസ് ആണ് അയാൾ എന്ത് ചെയ്യുന്നു? അറ്റൻഡൻസ് രജിസ്റ്റർ കളക്ട് ചെയ്തിട്ട് അത് പ്രകാരമുള്ള എല്ലാവരും, കാരണം ടൈം അനുസരിച്ചല്ല വന്നിട്ടുണ്ടാവും, പോയവർ നോക്കണ്ട, വന്നവർ അകത്തുള്ളവർ ആരെല്ലാം എന്നുള്ളത് ടൈം പ്രകാരം ഓഫീസ് ടൈമിൻ്റെ പ്രകാരം എന്ത് ചെയ്യാണ്? അതിനെ ചെക്ക് ചെയ്ത് വേണ്ട ഇൻഫർമേഷൻ കൊടുത്തിരിക്കുക. ഇതിൻ്റെ കൺട്രോൾ പോയിന്റ് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് ലീഡേഴ്സിന്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.